സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാർ ജനുവരി 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിക്കും. ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാലത്തേക്ക് OPയും ബഹിഷ്കരിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കര മംഗളത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒരു നിർണായക നീക്കത്തിലേക്ക് സംസ്ഥാനത്തെ ഡോക്ടർമാർ കടക്കുകയാണ്. ആരോഗ്യ പ്രതിസന്ധിയാണോ, എന്താണ് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനമാണ്? എന്തൊക്കെയാണ് ഈ ഡോക്ടർമാരുടെ ആവശ്യം? അശ്വതി, ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് പരിഹരിക്കുക, അതോടൊപ്പം തന്നെ താൽക്കാലിക കൂട്ടസ്ഥല മാറ്റങ്ങൾ ഒഴിവാക്കുക, പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സമരം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്നൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നൊരു യോഗം ചേർന്നിരുന്നു. അതിൽ താൽക്കാലികമായിട്ടുള്ളൊരു തീരുമാനത്തിൽ ഒപ്പിക്കുകയും ആ തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം തുടർന്ന് ഇനി സമരം വേണ്ട, അനിശ്ചിതകാലത്തേക്ക് സമരം നിർത്തിവെക്കുന്നു എന്ന നിലയിലേക്കൊക്കെ എത്തിയതാണ്. തുടർന്ന് ഇക്കഴിഞ്ഞ ഈ ജനുവരി 18-ാം തീയതി സർക്കാരിൻ്റെ ഭാഗത്തൊരു ഉത്തരവിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഉത്തരവിനെ തുടർന്നാണ്, അതായത് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് അവകാശങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നു എന്നാണ് KGMCT പറയുന്നത്. ഇതേ തുടർന്നാണ് സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ജനുവരി 22-ാം തീയതി മുതൽ സമരം ആരംഭിക്കും. അധ്യാപന ബഹിഷ്കരണം മുതലാണ് ആരംഭം കുറിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് OP ബഹിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അങ്ങനെ വലിയ രീതിയിൽ ശക്തമായ രീതിയിലൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ KGMCT തയ്യാറെടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വരുന്ന ജനുവരി 22-ാം തീയതി അധ്യാപന ബഹിഷ്കരണം നടത്തുന്നത്. അതിനുശേഷം ഫെബ്രുവരി 2-ാം തീയതി മുതൽ ഇതിൻ്റെ മറ്റൊരു തുടർഘട്ടം എന്ന നിലയിൽ OP ബഹിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് ചെന്നെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ KGMCTയും കൂടി പണിമുടക്കുന്ന പോലെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പണിമുടക്കുന്നതോടെ വലിയ രീതിയിലുള്ള ദുരിതത്തിലാക്കാൻ പോകുന്നത് രോഗികളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഇപ്പോഴും ഈ മെഡിക്കൽ കോളേജുകളിലേക്ക് അവസ്ഥ വളരെ പരിതാപകരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയാലും ശരി, സംസ്ഥാനത്തെ മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയും പരിതാപകരമായ അവസ്ഥയാണ്. നിലവിൽ രോഗികൾ വലയുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. അങ്ങനെയൊക്കെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കം, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം വലിയ രീതിയിൽ ജനങ്ങൾ പൊറുതിമുട്ടുന്ന സാഹചര്യമാണ്. ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സംസ്ഥാനത്തെ ഡോക്ടർമാർ കൂടി പണിമുടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും അടക്കമുള്ള നടപടിയിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതും സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ പല കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരുമായി തീരുമാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്തായാലും രോഗികളാണ് ഈ തീരുമാനത്തിലൊക്കെ നെട്ടോട്ടം ഓടുന്നത്. കാരണം സർക്കാർ ഡോക്ടർമാർ ജനുവരി 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഒരുങ്ങുകയാണ്. ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാലും അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിക്കുമെന്നാണ് പറയുന്നത്. ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാലത്തേക്ക് OPയും ബഹിഷ്കരിക്കും. പ്രശാന്താണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.